രണ്ടാമത്തെ കാര്യം, ആ പുസ്തകം ഇനിയെങ്കിലും നിങ്ങൾ ഒന്ന് സൂക്ഷ്മമായിട്ട് വായിച്ചു നോക്കുക. ആ പുസ്തകത്തിലുടനീളം കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പറഞ്ഞതിനുള്ള ഏക ലക്ഷ്യം എന്താ? ഞാൻ കഴിഞ്ഞ തവണ നിങ്ങളോട് പത്രസമ്മേളനത്തിൽ പറഞ്ഞ അതേ കാര്യം ആവർത്തിക്കുകയാണ്. ടി.എ. മസൂദൻ എന്ന് പറയുന്ന CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, അദ്ദേഹത്തെ വ്യക്തിപരമായി ലക്ഷ്യം വെക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തോടുള്ള പകമൂത്ത് അന്ധത ബാധിച്ച വിധത്തിലാണ് ആ പുസ്തകം വന്നിട്ടുള്ളത്. അതിൽ തുടക്കം മുതൽ നിങ്ങളൊന്ന് നോക്കിയട്ടെ. ഇപ്പൊ പാർട്ടിയുടെ കരിവള്ളൂർ ഏരിയ സമ്മേളനം, ആ ഏരിയ സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി പങ്കെടുത്ത ഒരാൾ ഞാനാണ്. ആ സമ്മേളനത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ KP സഹദേവനും അതുപോലെ തന്നെ B. നാരായണൻ, C. കൃഷ്ണാട്ടൻ ഉൾപ്പെടെയുള്ള KP സഹദേവൻ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് അതിൽ പങ്കെടുത്തിരുന്നത്. ഞാനും അതിലുണ്ടായിരുന്നു. ആ സമ്മേളനത്തിൽ ഈ സാധാരണ 3 ടേമായിട്ടാകുമ്പം ഏരിയ സെക്രട്ടറിമാർ മാറണം. അപ്പോൾ പുതിയൊരു ഏരിയ സെക്രട്ടറി അവിടെ നിർദ്ദേശിക്കണം. നിർദ്ദേശിക്കുന്നത് സംബന്ധിച്ച് സാധാരണ നിലയിൽ ഏരിയ കമ്മിറ്റി മെമ്പർമാരായിട്ടുള്ള ആർക്ക് വേണം നിർദ്ദേശിക്കാം. പക്ഷെ ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി മാറുമ്പോൾ ആ ഏരിയ സെക്രട്ടറി ഏരിയ കമ്മിറ്റി തന്നെ നിലനിൽക്കുമ്പോൾ സാധാരണ നിലയിൽ ഒരാളുടെ പേരങ്ങ് പറയും. ആ പേര് പറയുന്നതിന് മുമ്പേ ടി.എ. മസൂദൻ ഞങ്ങളുമായിട്ട് കൂടിയാലോചന നടത്തിയിരുന്നു. ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് പങ്കെടുക്കുന്ന ഞങ്ങൾ എല്ലാവരുമായിട്ട് കൂടിയാലോചന നടത്തിയിരുന്നു. അപ്പോൾ ആ അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ആ പേരവിടെ നിർദ്ദേശിച്ചത്. നിങ്ങൾ നോക്കൂ, എത്ര ഹീനമായ വിധത്തിലാണ് ആ സംഭവത്തെ ടി.എ. മസൂദൻ എന്ന് പറയുന്ന മനുഷ്യനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിനും ആക്രമിക്കുന്നതിനും പകവെക്കുന്നതിനും അദ്ദേഹം ഇതിൽ എഴുതി ചേർത്തിട്ടുള്ളത്. അപ്പൊ കണക്കല്ല പ്രശ്നം. രക്തസാക്ഷി ഫണ്ട് നഷ്ടപ്പെടുന്നു എന്നതല്ല പ്രശ്നം. ധനരാജിന്റെ രക്തസാക്ഷിത്വമല്ല പ്രശ്നം. ആ കുടുംബമല്ല പ്രശ്നം. ഇങ്ങനെ വിവാദമുണ്ടാക്കിയിട്ട് ധനരാജിനെ കൊലപ്പെടുത്തിയ RSSകാർ രക്ഷപ്പെടുന്നുമോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. പ്രശ്നം എന്താ? ടി.എ. മസൂദൻ എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറോടുള്ള പക നിറഞ്ഞു നിൽക്കുന്ന പുസ്തകമാണ് ആ പുസ്തകമെന്ന് വായിച്ചു നോക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും. സംഭവിച്ചിരിക്കുന്ന എന്താ? മധുവിനോടുള്ള പക വളർന്ന് ആ പകയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പല കാര്യങ്ങളും അദ്ദേഹം പാർട്ടിയിൽ ഉന്നയിച്ചിരുന്നു. ആ ഉന്നയിച്ച കാര്യങ്ങൾ മിക്കവാറും കാര്യങ്ങൾ പാർട്ടിക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നതായിരുന്നില്ല. ചില കാര്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്ന അതേപടി അക്ഷരം പ്രതി അങ്ങ് അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല. കാരണം ഉന്നയിച്ച വിഷയങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ഏരിയ സെക്രട്ടറി ആയിരുന്നപ്പോൾ ആ ഏരിയ കമ്മിറ്റി 3 പേരെ ഓഡിറ്റർമാരായിട്ട് നിശ്ചയിച്ചു. ആ 3 പേരും സഹകരണ മേഖലയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള 3 ഏരിയ പേരാണ്. അവർ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളാണ്. സഹകരണ രംഗത്ത് റിട്ടയർ ചെയ്തവരാണ്. അദ്ദേഹം ഏരിയ സെക്രട്ടറിയായ കമ്മിറ്റിയാണ് അവരെ ചുമതലപ്പെടുത്തിയത്. ആ ഓഡിറ്റർമാർ ഇത് പരിശോധിക്കുകയാണ്. ഇദ്ദേഹം നിങ്ങളുടെ മുമ്പാകെ ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത് ഓഡിറ്റർമാർ പരിശോധിക്കുകയാണ്. ഓഡിറ്റർമാർ പരിശോധിച്ചിട്ട് ഓഡിറ്റർമാർ പറയുന്നു, വി. കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് മുമ്പാകെ അവതരിപ്പിച്ച കണക്കല്ല ശരി. ഓഡിറ്റർമാർ അതിന്റെ ന്യൂനതകളും പ്രശ്നങ്ങളും അവർ ചൂണ്ടിക്കാണിച്ചു. അതിന്റെ വരവ് ചെലവ് സംബന്ധിച്ചുള്ള വിശദമായ പരിശോധന, ഓരോ റെസീറ്റും ഓരോ വൗച്ചറും വെച്ച് പരിശോധന നടത്തി. ആ പരിശോധനയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഓഡിറ്റർമാർ തയ്യാറാക്കിയ ഒരു കണക്ക്, ആ കണക്ക് പാർട്ടിക്ക് മുമ്പിൽ വന്നു. പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അത് അംഗീകരിച്ചു.